ഹലോ ഗൈസ്, അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫസ്റ്റ് മിനിയേച്ചർ ഏത് വണ്ടിയാണെന്ന് കുറേ കൂട്ടുകാർ നമ്മളോട് ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ കാർബോർഡ് കൊണ്ട് ഉണ്ടാക്കിയ വണ്ടികളൊന്നും നിലവിൽ നമ്മളെ കയ്യിൽ ലഭ്യമില്ല. ഇപ്പോൾ നിലവിൽ ഫോം ഷീറ്റ് ഉപയോഗിച്ച് നമ്മൾ ഏറ്റവും ഫസ്റ്റ് ഉണ്ടാക്കിയ നമ്മുടെ KSRTC ആണ് ഗൈസ്, ആന വണ്ടി തന്നെ പറയാം. അപ്പോൾ നമ്മളവിടെ ഏറ്റവും ഫസ്റ്റ് മിനിയേച്ചർ അതും ഫോം ഷീറ്റിൽ കിട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ ചെറിയ ഇത് മാത്രമല്ല, പിന്നെ നമ്മളൊരു മഹീന്ദ്രൻ്റെ നിസാൻ ടിപ്പർ ഉണ്ട്, ലോറികളിൽ ഫസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊട്ടയൊക്കെ പോകുന്ന ടൈപ്പാണ്. ഹൈഡ്രോളിക് അങ്ങനത്തെ സംവിധാനം എന്നല്ല, സാധാ നോർമലി ജസ്റ്റ് ഒന്ന് പൊക്കുക, കുറച്ച് ലോഡൊക്കെ വലിക്കും, അതാണ് ലോറി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ എന്ന് പറഞ്ഞുതരാം. നമ്മൾ ഫോം ഷീറ്റിൽ ഉണ്ടാക്കിയ ആദ്യത്തെ KSRTC ആണ് 10 പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ ഈ ലോറി വന്നത്. അപ്പോൾ ബസ്സിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കാരണം വലിയ പെർഫെക്ഷൻ ഒന്നുമില്ല, അത് ഞാൻ എടുത്ത് പറയാം. കാരണം അന്ന് ഉണ്ടാക്കിയതാണ്. കാരണം ഇതിൻ്റെ സ്കെയിൽ മോഡൽ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്നും നോക്കിയിട്ടില്ല. ജസ്റ്റ് ഞാൻ ഫോം ഷീറ്റിൽ KSRTCൻ്റെ ചിത്രം വരച്ച് അത് കട്ട് ചെയ്തെടുത്ത് അങ്ങനെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഈ വണ്ടി ഉണ്ടാക്കിയത്. അതായത് വണ്ടീൻ്റെ ടയറിൻ്റെതായി ടയറൊന്നും ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PVC അല്ല, ഫോം ഷീറ്റ് ചുറ്റിയതാണ്. പിന്നെ അതിൻ്റെ അലോയ് എന്ന് പറഞ്ഞത് ഒറിജിനൽ കാറിൻ്റെ അലോയാണ് വരുന്നത്. പിന്നെ വലിയ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ എന്നാലും ഉള്ളിൽ എൻജിൻ റൂമായാലും കമ്പി കാര്യങ്ങളൊക്കെ സീറ്റൊക്കെ പെർഫെക്ഷനോടെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റിയറിംഗ് ഉണ്ട്, ഇനി സ്റ്റിയറിങ് പൊട്ടിപ്പോയി. അപ്പോൾ വണ്ടീൻ്റെ മുന്നിൽ ഇങ്ങനെയാണ്. നമുക്ക് ഈ സാധനമൊക്കെ ശരിക്കും ഊരട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഊരാൻ നിൽക്കില്ല, ഇങ്ങനെ ഇടാൻ വയ്യ. പിന്നെ ചേസ് വലിയതൊന്നുമില്ല. പിന്നെ അതിൻ്റെ സീറ്റിങ്ങിൻ്റെ ഭാഗത്ത് നമ്മൾ കാർബോർഡാണ് യൂസ് ചെയ്തത്. വണ്ടീൻ്റെ ഉള്ളൊന്ന് കാണിച്ചു തരാം. പിന്നെ ഡോർ ഓപ്പണിങ് കഴിഞ്ഞ് പണ്ട്, പിന്നെ എങ്ങനെ പൊട്ടിപ്പോയി. അതിൻ്റെ ശേഷം ഞാൻ അവിടെ ഒട്ടിച്ച് വെച്ചാണ്, ഞാൻ ഇങ്ങനെ പറിക്കേണ്ട വെച്ചിട്ട്. അപ്പോൾ ഇതാണ് ബസ്സിൻ്റെ ഡീറ്റെയിൽസ്. പിന്നെ നമ്മൾ KSRTC കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്തതാണ് ഈ മഹീന്ദ്രേൻ്റെ ടിപ്പർ. നമ്മളെ രണ്ടാമത്തെ ഫോം ഷീറ്റത്തെ വണ്ടിയാണെന്ന് പറയാം. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊട്ട പൊന്തിക്കുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തത്. കൊട്ട പൊന്തുമ്പോൾ ശരിക്കുള്ള ലോറീൻ്റെ മാതിരി ഇവിടെയൊക്കെ തുറക്കും ബാക്ക് സൈഡ്. അപ്പോൾ നമ്മൾ ഇതിൽ ഹൈഡ്രോളിക് സംവിധാനം കൊടുത്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ആവുന്നല്ലാതെ നമ്മൾ ഇനി അതിനുള്ള പണി ചെയ്യേണ്ടത്, കാരണം ഒന്നുകൂടെ ഇതാക്കണമല്ലോ. ബാക്കി പിന്നെ ലൈറ്റ് കാര്യങ്ങൾ അതൊന്നും കൊടുത്തിട്ടില്ല. അതൊക്കെ ഇങ്ങനെ ചെയ്യണം, ഒന്നുകൂടെ സെറ്റ് പൊടി പിടി തട്ടിയെടുക്കണം എന്ന് തന്നെ പറയാം. ഇതാണ് ഇതിൻ്റെ ചേസ്, അടിഭാഗം കാണിച്ചത് ഗൈസ്. അപ്പോൾ അതാണ് ഇത്, വലിയതൊന്നുമില്ല. അപ്പം ഇതിൻ്റെ ഉള്ളിൽ കാര്യങ്ങളൊന്നും വലുതായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇത് ഞാൻ ജസ്റ്റ് ഇവിടെ കൂളിംഗ് ആയിട്ട് ചില്ലൊട്ടിച്ചിരുന്നു, അത് പറഞ്ഞു പോകുന്നതാണ്. പിന്നെ ഉള്ളാരും കാണാതിരിക്കാൻ ഞാൻ സ്നേഹകൃഷ്ണ ജസ്റ്റ് പേരിട്ടാണ്. പിന്നെ ഞാൻ ലോഡൊക്കെ കയറ്റി കേട്ടോ ഗൈസ്, അത്യാവശ്യം ലോഡ് കാര്യങ്ങൾ. ഞാൻ ഇപ്പോൾ എത്രയല്ല 10 പഠിക്കുമ്പോൾ അന്ന് കുറേ ലോഡൊക്കെ കയറ്റി അത്യാവശ്യം വെയിറ്റ് എടുക്കും, അത്യാവശ്യം ഉറപ്പുണ്ട് വണ്ടി. അപ്പോൾ വെയിറ്റൊക്കെ എടുത്തിന് വണ്ടിയാണ് ഇങ്ങനെ കൊട്ട തട്ടി കളിക്കണം, ആ ഒരു രസമാണല്ലോ. അപ്പോൾ പിന്നെ ഞാനൊരു കോട്ടിങ് കൂടെ തമ്മിൽ അടിച്ചിനി. പിന്നെ ഇതിൽ അങ്ങനെ മണ്ണ് കാര്യങ്ങളൊന്നും കയറ്റിയിട്ടൊന്നുമില്ല. പിന്നെ നമ്മുടെ ഷോക്കേസിലാണല്ലോ മെയിൻ. വണ്ടി നമ്മൾ ഇനി ആർക്കും കൊടുക്കൊന്നുമില്ലല്ലോ. ഞാനിപ്പോൾ മെയിനായിട്ട് നമ്മുടെ ഷോക്കേസിലാണ് വെക്കാറ്. കാരണം ഞാൻ ആദ്യമായിട്ടുണ്ടാക്കിയ വണ്ടിയുണ്ട്, ഇതുവരെയായിട്ട് സെയിൽ അങ്ങനെയൊന്നും ചെയ്യാറില്ല.